വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് കത്തിയാളും പീച്ചകത്തിയൊക്കെ എങ്ങനെയാണ് മൂർച്ചം കൂട്ടിയിരുന്നെന്ന് കണ്ടിനോ? ഇത് കാണാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും. ഇന്നത്തെ തലമുറക്കൊന്നും ഈ രീതി കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കത്തിയാളിനൊക്കെ മൂർച്ചം കൂട്ടുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ മെഷീനുകളുണ്ട് ഓരോ വീട്ടിലേക്കും കത്തീൻ്റെയൊക്കെ മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ട് മെഷീനുകളുണ്ട്. ചെറിയൊരു ബോക്സ് പോലത്തെ മെഷീനുകളുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ചെയ്യുന്ന രീതിയാണിത്. എൻ്റെ അമ്മ ഇപ്പോൾ അത് തുടർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് കത്തിക്ക് മൂർച്ചം കൂട്ടുക. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ബംഗക്കല്ല് എന്ന് പറയും. ഒരു വൈറ്റ് കല്ലുണ്ടാവും, അതായത് നല്ല കൽക്കണ്ടി പോലത്തെ ഒരു കല്ലുണ്ടാവും. ആ കല്ല് അമ്മയിന്മേലിട്ട് പൊട്ടിച്ച് ഒന്ന് അരച്ച് ഒരു പരുവത്തിലെടുക്കും. അപ്പോൾ അത് കാണിച്ചു തരാം. ഇങ്ങനെ പൊടിച്ചത് ഈ പരുവത്തിലാക്കും. നമ്മൾ അമ്മിയുമ്പം തന്നെ ചെയ്യുക. അപ്പോൾ അമ്മിക്കും കൂടെ ഒന്ന് ഉരം കൂടും. അതായത് അമ്മി അരച്ച് തഴഞ്ഞു കഴിഞ്ഞാൽ അരക്കുമ്പോൾ വേഗം മുതിയില്ല. അതുകൊണ്ട് ഇതിട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ച് അരച്ചാൽ അമ്മിയുമ്പൊന്നും ഉരം കൂടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ മൂത്ത് കൂട്ടണം. ആ വളവിന് മൂത്ത് കൂട്ടണ്ട, വെള്ളമില്ലാവും. ആയി അപ്പോൾ ഈ ബംഗക്കല്ലിൻ്റെ പൊടി നമ്മൾ പറയും. ഈ ബംഗക്കല്ലിൻ്റെ പൊടി ഇതുപോലൊരു മരത്തിൻ്റെ മുകളിലോ, ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഒരു മരക്കഷ്ണമാണ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ കത്തിയാളിനൊക്കെ മൂർച്ചം വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കത്തിക്ക് ഭയങ്കര മൂർച്ചയായിരിക്കും കേട്ടോ. കത്തി വാങ്ങിച്ച ആയതേ മൂർച്ച നമുക്ക് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് കത്തിയാളിനൊക്കെ മൂർച്ചം കൂട്ടാൽ. പിന്നെ അമ്മയിന്മേൽ മൂർച്ചം കൂട്ടുന്നുണ്ടെങ്കിൽ ഈ പൊടി അമ്മയിന്മേലിട്ട്, അതായത് ഈ ബംഗക്കാല് വന്ന് പൊട്ടിച്ചിട്ട് അമ്മയിന്മേൽ അരച്ച് ഈ പൊടിയാക്കും. അപ്പോൾ അമ്മിയിലും മൂർച്ചം കൂടും. അപ്പോൾ അമ്മി പിന്നെ നമ്മൾ അത് സാധാരണ ഉപയോഗിക്കില്ല. ജസ്റ്റ് കരടില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഇഞ്ചിക്കറി അരക്കാനൊക്കെ നമ്മൾ അമ്മി ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത്ര രീതിയിൽ ആയിക്കിട്ടും. കണ്ടോ, മൂർച്ചം കണ്ടോ? അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇനി ഇത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.